തള്ളിക്കളയേണ്ടതും എതിർക്കേണ്ടതും ഒരളവിൽ പരിഹസിക്കുകയും ആകേണ്ടുന്ന ഒരു നിലപാട് കെ രാഗേഷ് സ്വീകരിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കെ രാഗേഷ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അതായത് അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റി മാത്രമല്ല പറയുന്നത്. ആ പ്രസംഗത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കേട്ടാൽ BJP യെക്കുറിച്ചും പറയുന്നുണ്ട്. ചിലയിടത്ത് താമരത്താങ്ങുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പേരാവൂർ സണ്ണി വക്കീൽ താമരത്താങ്ങാണെന്ന് പറയുന്നുണ്ട്. BJP സഹായിച്ചു അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും മതം നോക്കി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എബ്സേർഡാണ്, അസംബന്ധമാണ്. കാരണം അങ്ങനെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ സ്ഥലത്ത് പയ്യന്നൂരിൽ ഇങ്ങനൊരു വിജയം കുഞ്ഞികൃഷ്ണൻ ഉണ്ടാകുമായിരുന്നു. കുഞ്ഞികൃഷ്ണൻ മുസ്ലിമാ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കി വോട്ട് ചെയ്യുമെന്ന് പറയാൻ? ഇപ്പുറത്ത് TK ഗോവിന്ദൻ മുസ്ലിമാണോ? നിങ്ങൾ മതം നോക്കി വോട്ട് ചെയ്യുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പറയാൻ? തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുസ്ലിമാണോ? നിങ്ങൾ മതം നോക്കി വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ജയിപ്പിക്കാൻ? മതം നോക്കി വോട്ട് ചെയ്യാനാണെങ്കിൽ വേറെ എത്ര ആളുകൾ ഇവർ മാത്രമാണോ ജയിക്കേണ്ടത്, അല്ല ഇവരാണോ ജയിക്കേണ്ടത്? അപ്പോൾ അതൊരു അബ്സേർഡായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന പരിപാടിയിലേക്ക് കെ രാഗേഷ് മാറുകയാണ്. അതായത് ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാവുന്ന ഒരു ലൈൻ അങ്ങ് പിടിക്കുക. അതെന്താണ്? ആ ലൈന് നമ്മൾ EMSൻ്റെ കാലം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചില വർഗീയ ശക്തികൾ ഒപ്പം ചേർന്ന് നിന്നു. ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്ന വാദമാണെന്നല്ല. എന്ന് വെച്ചാൽ വർഗീയ ശക്തികൾ നിന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവർ മതം നോക്കി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിധി ഉണ്ടായത് എന്ന് പറയുമ്പോൾ അവർ ഇതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നത് നാട്ടുകാർക്ക് മുന്നിലേക്ക് വരികയാണ്. കാരണം ഈ പറഞ്ഞത് പോലുള്ള അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നിച്ചു നിന്ന് LDFനെതിരായിട്ട് വോട്ട് ചെയ്തു, UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നത് വസ്തുതയാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അതിനുവേണ്ടി പണിയെടുത്തു എന്നതും വസ്തുതയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും രാഷ്ട്രീയമായിട്ട് ഇപ്പുറത്തായിരുന്നു, UDFലായിരുന്നു. അവർ LDFനെതിരെ വോട്ട് പിടിക്കില്ലേ? സ്വാഭാവികമായിട്ടും വോട്ട് പിടിക്കില്ലേ? പിന്നെ മുസ്ലിം ജനസാമാന്യം ഒന്നിച്ച് മുസ്ലിം ജനസാമാന്യം എന്ന നിലക്ക് തന്നെ LDFനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടത്, അതിനകത്ത് അവർ LDF മനസ്സിലാക്കേണ്ടത് മുസ്ലിം ജനസാമാന്യം സവിശേഷമായുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. 2014 അവിടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത് കൂടി വരുന്നേ ഉള്ളൂ. കേരളത്തിലേക്ക് കൂടി അതിൻ്റെ ആകുലതകൾ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ജനസാമാന്യത്തിന് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഒന്നിച്ചു നിൽപ്പിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് എല്ലാവരും എതിർത്തുകൊണ്ടിരുന്നെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും UDF മുസ്ലിം ലീഗും ഒക്കെ UDFൻ്റെ ഒരേ പാളയത്തിനകത്തേക്ക് വരുന്നത്. അവർ അങ്ങനെ നിൽക്കുന്നതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണേണ്ടത്. രാഷ്ട്രീയമായ സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ആശങ്കകൾ അവരെ ഒന്നിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന മുസ്ലിം ജനസാമാന്യം എന്തുകൊണ്ട് തങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നത് പരിശോധിക്കാനാണ് യഥാർത്ഥത്തിൽ CPM തയ്യാറാകേണ്ടത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തോട് CPIMനോടും CPIയോടും അവർക്ക് ആ വിശ്വാസം വരാത്തത്? അത് ഞങ്ങളുടെ ഭാഗത്തുള്ള കുഴപ്പമാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതിന് പകരം ഇവർ ന്യൂനപക്ഷങ്ങൾക്ക് മേലെ അവർ ഒന്നിച്ചു നിന്നിരിക്കുന്നു, അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന അങ്ങേയറ്റം ശരിയല്ലാത്ത പ്രസംഗം നടത്താൻ കെ രാഗേഷ് തയ്യാറാവുകയാണ് ചെയ്തിരിക്കുന്നത്. അത് എളുപ്പത്തിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഹർഷ അവിടെ. അതായത് വിജയരാഘവനൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കണക്ക് പരീക്ഷയ്ക്ക് പോയി, കണക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിയില്ല. അപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള മലയാളം പരീക്ഷയുടെ പദ്യഭാഗം എഴുതി വെച്ച് കൊടുക്കുന്ന ഒരാളുടെ വഴിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്ന മനോഭാവത്തിലാണ് കെ രാഗേഷ് സംസാരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് ഇത് പറയുമ്പോൾ കേന്ദ്രത്തിൽ ദേശീയ സർക്കാർ BJP സർക്കാരല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രകടിതമായ വലിയ ബലരൂപം ഇവിടെ ഇല്ല. ഇതിപ്പോൾ വേറെയാണ്. ഇതിപ്പോൾ രാഷ്ട്രീയമാകപ്പാടെ മാറി. നിങ്ങൾ അതേ കാലത്ത് പറഞ്ഞു പഠിച്ചതും കേട്ടു പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേദിയിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ചെന്നാണ് കൊള്ളുന്നത്. ഈ മുന്നിലിരിക്കുന്ന മനുഷ്യരിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മുന്നിലിരിക്കുന്ന മനുഷ്യരിലെ ഇടതുപക്ഷക്കാരായുള്ള CPMകാരായുള്ള CPIM മെമ്പർമാർ പോലുമായിട്ടുള്ള ആളുകൾ പോലും വോട്ട് ചെയ്തു CPMനെതിരെ എന്നതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുന്നിലില്ലേ? അവരെന്താ വിചാരിക്കുക മനസ്സിൽ? അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അപ്പോൾ പോലും ഈ പറയുന്ന വർത്തമാനം വരരുതായിരുന്നു. അതായത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത് കേട്ടിട്ട് മതപരമായിട്ട് വോട്ട് ചെയ്യണമെന്ന് കേട്ടിട്ട് മതപരമായിട്ട് വന്ന് വോട്ട് ചെയ്തതാണ് ആളുകൾ. അല്ല, അവരുടെ മതപരമായിട്ടുള്ള സ്വത്വം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നങ്ങളെ രാഷ്ട്രീയമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ പ്രശ്നത്തിന് രാഷ്ട്രീയമായിട്ട് എങ്ങനെ പരിഹാരമുണ്ടാക്കാം എന്ന് ആലോചിച്ചിട്ട് അതിന് വന്ന് വോട്ട് ചെയ്യുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്നിടത്തേക്ക് അവരുടെ വോട്ട് വന്ന് വീഴുന്നിടത്ത് ഇടതുപക്ഷവും CPMും അവരുടെ ചോയ്സായിട്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഹർഷ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ പൊതുവിൽ ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊതുവിൽ ഇത് പോസിറ്റീവായിട്ട് CPMമാർ ഇതെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണൂർ ഇവരുടെ ശക്തി കേന്ദ്രമാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുകയാണ്. എന്നിട്ട് അതിനെ മുഖ്യമന്ത്രി വന്നിട്ട് അയ്യോ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ, നമുക്കൊന്ന് സംരക്ഷിച്ച് കൊടുത്തേക്കാം എന്ന മട്ടിൽ അതിനെ അങ്ങ് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു കാര്യം നമ്മൾ മുഖ്യമന്ത്രിയല്ല, സോറി മുൻ മുഖ്യമന്ത്രി, സോറി പറഞ്ഞ് കുറച്ച് ദിവസം എടുക്കും അത് മാറാൻ, മുൻ മുഖ്യമന്ത്രി. അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം ഹർഷ, അതായത് ഇത് നമ്മൾ കേൾക്കുന്നതെല്ലാം പിണറായി വിജയനെയും ഗോവിന്ദ മാഷയും എതിർത്തുകൊണ്ടാണ്. അപ്പോൾ
അതിനകത്ത് എനിക്കുള്ളൊരു കാര്യം ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നതായിരിക്കാം, അവർ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ അവരവരുടെ യോഗങ്ങൾക്കകത്ത് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് എല്ലാ വശങ്ങളും പറയുന്നുണ്ടാവും. ഇതായിരിക്കും ജനപ്രിയതയും പുറത്തേക്ക് വരാൻ വാർത്ത എളുപ്പമായതുകൊണ്ട് നമുക്ക് ഈ വാർത്ത കിട്ടുന്നതായിരിക്കാം. അതല്ല, അങ്ങനെയല്ല, മറിച്ച് ഇവരെ മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ നേതാക്കളും എല്ലാം എതിർക്കുന്നതെങ്കിൽ അത് അപകടകരം എന്നേ പറയേണ്ടതുള്ളൂ. കാരണം ഇവരുടെ നേതാക്കന്മാരെ ക്ഷീണിപ്പിക്കാനാണ് ഇവരുടെ എതിർപക്ഷത്തിലെ ആളുകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ചും BJP. അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെയുള്ള കഥകൾ ശരിയല്ലാത്തതും ഒക്കെ ആയിട്ട് ഈ അന്തരീക്ഷത്തിലേക്ക് ഈ ഫോൺ വഴി ഇറങ്ങിപ്പോയൊരു 5 വർഷക്കാലമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവരുടെ നേതാക്കളെ നിർവീര്യമാക്കി കളയുക, ഇവരുടെ നേതാക്കൾക്ക് നേതൃശേഷിയില്ല എന്ന് പ്രചരിപ്പിക്കുക എന്ന എതിരാളികൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവരും ചെയ്യുന്നതെങ്കിൽ കഷ്ടം എന്നേ ആ പാർട്ടിയോട് പറയേണ്ടതുള്ളൂ.